ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ചാണ്. വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിന് അസ്ഥി ചുരുക്കം അല്ലെങ്കിൽ വെള്ളപ്പോക്ക് ഇങ്ങനെ പല പേരിൽ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ വജൈനൽ ഡിസ്ചാർജ്, അത് നോർമൽ എന്താണ്, അബ്നോർമൽ എന്താണ്, എപ്പോഴാണ് നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ട് നോർമലി ഒരു ഡിസ്ചാർജ് നമ്മൾ യൂഷ്വലി കാണാറുണ്ട്. ചിലപ്പോൾ അത് കളർലെസ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഒരു തരം ഡിസ്ചാർജ് ആയിരിക്കാം. അതിന് പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ആ ഡിസ്ചാർജ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഡിസ്ചാർജ് എപ്പോഴാണ് അബ്നോർമൽ ആകുന്നത്? ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരിക, അല്ലെങ്കിൽ കളറിൽ വ്യത്യാസം വരിക, ഈ പോകുന്ന സമയത്ത് മോശമായിട്ടുള്ള സ്മെല്ല് വരിക, അതിനോടനുബന്ധിച്ച് ചൊറിച്ചിൽ വരിക, പിന്നെ വജൈന നമ്മുടെ യോനി ഭാഗത്ത് പെയിൻ വരിക, തടിപ്പ് വരിക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്മെല്ല് മോശമാവുന്നതും അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെടുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും ചൊറിച്ചിലും വേദനയും വരുന്നതുമൊക്കെ ഏത് തരം ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളിത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനാണ്. ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ തൈര് പോലെ, കട്ട തൈര് പോലെ വെളുത്ത കളറിൽ കട്ടിയായിട്ട് ഇങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ഇങ്ങനെ പോകും. അതിനോടനുബന്ധിച്ച് സ്മെല്ലുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, പെയിൻ ഉണ്ടാവും, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം വരും. രണ്ടാമത്തേത് ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയുന്ന ഒരു തരം ഇൻഫെക്ഷനാണ്. പിന്നെ മൂന്നാമതായിട്ട് കാണുന്നത് ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന ഒരു പാരസിറ്റിക് ഇൻഫെക്ഷനാണ്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ യൂഷ്വലി കാണാറുള്ളത്. ഈ ബാക്ടീരിയൽ വജൈനോസിസിൽ ഉള്ള ഡിസ്ചാർജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനിഷ് കളറായിരിക്കും ഈ ഡിസ്ചാർജിന് വരിക. അതുപോലെ തന്നെ അതിനും ഈ പറയുന്ന പോലെ സ്മെല്ലും പിന്നെ ചൊറിച്ചിലുമൊക്കെ അനുഭവപ്പെടും. ട്രൈക്കോമോണിയാസിസ് ആണെങ്കിലും അതുപോലെ തന്നെ കട്ടിയായിട്ട് മഞ്ഞ കളറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് നമ്മളൊരു ഡോക്ടറിനെ കാണുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ ഉള്ളിൽ പരിശോധിച്ച് നോക്കും. ഡിസ്ചാർജ് നമുക്ക് എടുത്ത് പരിശോധനയ്ക്ക് വിടാം. എന്ത് തരം ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഉള്ളിൽ വയ്ക്കാനുള്ള ടാബ്ലറ്റും അതുപോലെ തന്നെ കഴിക്കാനുള്ള ടാബ്ലറ്റ്, ഈച്ചിങ്ങിനുള്ള ഓയിൻമെൻറ്റ്, ഇങ്ങനെ എല്ലാ രീതിയിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ സിംറ്റംസിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്.